എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട്, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷം പൂർത്തീകരിക്കുക. സന്തോഷകരമായ ഒരു ദിനമാണ്. പക്ഷേ അത് സങ്കടത്തിൻ്റെ ഒരു ദിനമാക്കി നമ്മുടെ ചായക്കച്ചവടക്കാരൻ മോഡി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ്. ഇന്ത്യയിലെ പെട്രോളിയം മന്ത്രാലയം ഒരു സ്വാതന്ത്ര്യദിന പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതിൽ വീർ സവാർക്കർ അയാളുടെ ഫോട്ടോയാണ് ഏറ്റവും മുകളിൽ. രണ്ടാമതായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉള്ളത്. നെഹ്റു ഇല്ല, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ശരി, അവർക്ക് ബൈ മിസ്റ്റേക്കിൽ വന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അവർ അത് കരുതി കൂട്ടി അവർ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. ആ പോസ്റ്റർ നിങ്ങൾ കാണേണ്ടതാണ്. എല്ലാ മീഡിയകളിലും വരുന്നുണ്ട്, നാളെ ചിലപ്പോൾ പത്രങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് മോഡിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ, RSSകാരനായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുട്ടിയിലെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. അത് പാഠഭാഗത്ത് നിന്ന് എടുത്തു മാറ്റി. 2, ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ കേന്ദ്രത്തിലെ ഭരിക്കുന്ന BJP RSS അവർ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു. അതിൽ വീർ സവാർക്കർ ആരാണ്? RSSന്റെ നേതാവ്. അയാളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ഗാന്ധിജി രണ്ടാമതേ ഉള്ളൂ. അപ്പോൾ ഏത് രീതിയിലായാലും ശരി, ഇന്ത്യയിലെ ജനങ്ങളെ, ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വിഭാഗീയതയും അക്രമവും ആ നാട്ടില് കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മോഡിയും കൂട്ടരും നടത്തുന്നത്. യാതൊരു ബോധവുമില്ലാത്ത, യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത ഈ ചെറ്റകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ജനാധിപത്യ വിശ്വാസികളായ, മതേതര വിശ്വാസികളായ ജനങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഏകദേശം 12 മില്യൺ 1,20,00,000 ജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യമാവുന്നതിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്. ആ ബലിയർപ്പിച്ച അവരുടെ ആത്മാവ് പോലും ഈ മോഡിയും കൂട്ടരും ചെയ്യുന്നത് കണ്ടാൽ സഹിക്കില്ല. ചെങ്കോട്ടയിൽ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് മോഡി ചെയ്ത പ്രസംഗം എന്ന് പറയുന്നത് RSSനെ മഹത്വീകരിക്കുകയാണ്. RSS എന്താണ്? RSS ഈ രാജ്യത്ത് അക്രമവും കൊള്ളയും കൊള്ളിവയ്പും നടത്തി ജനങ്ങളെ ചുട്ടുകൊന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ മഹത്വവൽക്കരിക്കുന്ന ഈ നാറിയ നേതാവായ ഈ നരേന്ദ്രമോദിയെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാത്രമല്ല, എത്രയും വേഗം ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരത്തിന് മുൻകൈ എടുക്കേണ്ടി വരും. അതിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായ ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ ഈ രാജ്യത്ത് ഏകത്വത്തോടുകൂടി, അതായത് കൂട്ടായ്മയോടുകൂടി സഹകരിച്ച് സന്തോഷത്തിൽ അക്രമവും അനീതിയും ഇല്ലാത്ത ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്താണ് ജനിച്ചത്, ഈ രാജ്യത്താണ് ജീവിക്കുന്നത്, ഈ രാജ്യത്ത് തന്നെയാണ് മരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെ പേര് വെട്ടി. അവർക്ക് വോട്ടവകാശമില്ല. അവരെല്ലാം ആധാർ കാർഡ് കയ്യിലുള്ളവരാണ്. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത തിരിച്ചറിയൽ കാർഡ് അവരിലുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തി അവർ എത്രയും പെട്ടെന്ന് 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. അതേസമയം നിങ്ങൾക്കറിയാം, തൃശ്ശൂരിൽ
3000 പേരെ പുതുതായിട്ട് വ്യാജ വോട്ടർമാരെ ആ, പട്ടികയിൽ ചേർത്തു. അപ്പോ ഇതാണ് വിരോധാഭാസമാണത്. എന്തൊരു വിരോധാഭാസമാണ്. അവകാശം, ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് ലോകത്തിന്റെ മുൻപിൽ നമ്മൾ വീമ്പിളക്കുന്നത്. ആ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, മതേതരത്വം നിലനിൽക്കണമെങ്കിൽ, ഈ മോഡിയുടെ പിന്നെ പിണിയാടികളും നമ്മൾ ഈ ഭരണത്തിൽ നിന്ന് തൂത്തെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. എത്രയും വേഗം ഇവരെ പുറത്താക്കണം. ഈ ക്രിമിനലുകളെ നമ്മൾ ഏതെങ്കിലും മറ്റൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ഒരു ഐലൻഡിലേക്ക്, ജനങ്ങളില്ലാത്ത ഒരു ഐലൻഡിലോട്ട് മാറ്റണം. അവിടെ ഇട്ട് ശിക്ഷിക്കണം. ഇവരെ പ്രത്യേകമായ ജയിലറകൾ ഉണ്ടാക്കണം. ഇവരെ പ്രത്യേകമായ കോടതി ഉണ്ടാക്കി അവിടെ ഇവരെ വിചാരണ ചെയ്ത് അവരെ ജയിലിലടയ്ക്കണം. അതിനുവേണ്ടി ഇന്ത്യയിലുള്ള ഓരോ മതേതര വിശ്വാസിയും ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ രാജ്യത്ത് നീതിയും നിയമവും നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.